ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്കിൻ കെയർ ജേണിയാണ്. അതായത് എൻ്റെ ഈ ഒരു കോലത്തിലുള്ള ഒരു സ്കിന്നിനെ ഞാൻ എങ്ങനെ ഇപ്പോൾ ഉള്ള പോലത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ എത്തി അതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് സ്കിന്നിന് പല കൺസേൺ ഉണ്ടാവും അല്ലേ. ചിലർക്ക് ഓപ്പൺ പോർസ് ആയിരിക്കും, ചില സമയം നമുക്ക് പിന്നെ ആക്നെ സ്കാർ ആയിരിക്കും, അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ പലതിനും വേണ്ടിയിട്ട് നമ്മൾ പല ടൈപ്പ് സിറം യൂസ് ചെയ്യാറുണ്ട്. ഓപ്പൺ പോർസിന് വേണ്ടിയിട്ട് നമ്മൾ നിയാസിനമൈഡ് സിറം ഉപയോഗിക്കാറുണ്ട്. സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആർബിട്രിൻ സിറം ഉപയോഗിക്കാറുണ്ട്. പിന്നെ എന്താ വിറ്റമിൻ സി സിറം ഉപയോഗിക്കാറുണ്ട് ഗ്ലോയിങ് സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പലതരം സ്കിൻ കൺസേണിന് നമ്മൾ പലതരം സിറംസ് ഉപയോഗിക്കാറുണ്ടല്ലേ. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം അടങ്ങിയ ഒരൊറ്റ സിറം കിട്ടിയാൽ നമുക്ക് എങ്ങനെയുണ്ടാവും? അത് വളരെ നല്ലതായിരിക്കും അല്ലേ. അങ്ങനെ ഒരു സിറം പരിചയപ്പെടുത്താനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഷീക്ക് ന്യൂട്രിക്സിന്റെ ഔട്ട്ഷൈൻ ഫേസ് സിറാണ്. ഇതാണ് പ്രൊഡക്റ്റ്. ഇതൊരു കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ്. ഇതിനകത്ത് സിലിക്കൺ ഇല്ല, പാരബൻ ഇല്ല, സൾഫേറ്റ് ഇല്ല, ആനിമൽ ടെസ്റ്റിങ്ങും ഇല്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും സേഫ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഞാൻ കുറച്ച് നാളായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഫോർമുലയാണ്, പക്ഷെ നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആയി പോകും. ഒട്ടും ഗ്രീസി എല്ലാം ഇങ്ങനെ സിറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചില സമയത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കൽ പോലെ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് നിൽക്കും. പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് അബ്സോർബ് ആയി പോയിക്കോളും. നമുക്ക് ഇതൊരു 4 to 5 ഡ്രോപ്സ് ഡെയിലി ഉപയോഗിക്കാവുന്നതാണ്. രാവിലെയും വൈകുന്നേരവും നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആർബ്യൂട്ടീൻ, നിയാസിനമൈഡ്, വിറ്റമിൻ സി, ഗ്ലൂട്ടാതയോൺ, ഹൈലറോണിക് ആസിഡ് ഇതൊക്കെയാണ്. ആർബ്യൂട്ടീൻ എന്ന് പറയുന്നത് സ്കിൻ ബ്രൈറ്റനിങ്ങിനും ഏജ് സ്പോട്ട് കുറക്കാനും ആക്നെ സ്കാർസ് മാറ്റാനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. കൂടാതെ നമുക്ക് ബ്ലെമിഷസ്, റെഡ്നസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ആർബ്യൂട്ടീൻ സഹായിക്കും. അതേപോലെ നിയാസിനമൈഡ് എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ഹൈഡ്രേഷൻ തരാനും സ്കിന്നിന്, അതേപോലെ ഈവൻ സ്കിൻ ടോൺ ആക്കാനും ഓപ്പൺ പോർസ് കുറക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നിയാസിനമൈഡ്. അതേപോലെ തന്നെ സ്കിന്ന് ടൈറ്റൻ ചെയ്യാനും നിയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാർ വിറ്റമിൻ സി സിറം ഉപയോഗിച്ചിട്ടുണ്ടാകും. ഗ്ലോയിങ് സ്കിന്ന് കിട്ടാൻ വിറ്റമിൻ സി സിറം ബെസ്റ്റാണ്. അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് കുറക്കാനും റിങ്കിൾസ് മാറ്റാനും അതേപോലെ തന്നെ സൺ ഡാമേജ് കുറക്കാനും വിറ്റമിൻ സി ഹെൽപ്പ് ചെയ്യും. ഈ ഒരു സിറത്തിൻ്റെ അകത്ത് നമുക്ക് വിറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഗ്ലൂട്ടാതയോൺ. നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്ലൂട്ടാതയോൺ ഭയങ്കര ഫേമസ് ആണ് അതിൻ്റെ സ്കിൻ ലൈറ്റനിങ് പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട്. കുറേ ആൾക്കാർ IV ആയിട്ടും ടാബ്ലറ്റൊക്കെ ആയിട്ട് ഗ്ലൂട്ടാതയോൺ സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാറുണ്ട്. സ്കിൻ പിഗ്മെൻറ്റേഷൻ കുറക്കാനും ഫൈൻ ലൈൻസും റിങ്കിൾസും കുറക്കാനും ഗ്ലൂട്ടാതയോൺ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ഡേ ലൈറ്റിൽ എടുത്ത ഒരു വീഡിയോ ആണ്. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. പണ്ടത്തെ ഡൾ സ്കിൻ ഒക്കെ മാറി സ്കിൻ ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇപ്പം എനിക്ക് അങ്ങനെ കാര്യമായിട്ട് പിമ്പിൾസിന്റെ സ്കാർസിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പിമ്പിള് മാസത്തിൽ 1-2 പിമ്പിള് വരുന്നത് നോർമൽ ആണല്ലോ, അത് എല്ലാവർക്കും ഉള്ളതല്ലേ. അതുപോലെ ഇത് അങ്ങനെ വന്നിട്ടുള്ള ഒരു പിമ്പിളാണ്. അതിനെ നമുക്ക് അങ്ങനെ കാര്യമായിട്ട് മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് വന്നിട്ട് അങ്ങ് പോയിക്കോളും. അല്ലാണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് പിമ്പിൾ വരിക, അതിന്റെ സ്കാർ ഉണ്ടാവുക, അതൊക്കെ നമുക്ക് ഈ ഒരു സിറം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഡാർക്ക് സ്പോട്ട് നന്നായിട്ട് കുറക്കും. എനിക്ക് ഇവിടെയുള്ള ഈ ഒരു ഡാർക്ക് സ്പോട്ടൊക്കെ എനിക്ക് ജന്മന ഉള്ളത്, അതൊന്നും മാറൊന്നുമില്ല. അങ്ങനെ പിമ്പിൾ വന്നിട്ടുള്ള ഡാർക്ക് സ്പോട്ടൊക്കെ എനിക്ക് ഒരു 90% മാറിയിട്ടുണ്ട്. ഞാൻ വിത്തൗട്ട് എനി മേക്കപ്പ്, വിത്തൗട്ട് എനി ബേസ് പ്രൊഡക്റ്റ് ഇല്ലാണ്ടാണ് ഞാൻ വന്നിട്ട് ഈ റിവ്യൂ ചെയ്യുന്നത്. ഒരു ടിൻഡർ ലിപ് ബാം ഇട്ടിട്ടുണ്ട്, അല്ലാണ്ട് ഞാൻ ഐലൈനർ പോലും ഇട്ടിട്ടില്ല. ആ ഒരു സ്കിൻ അങ്ങനെ തന്നെ കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ റിസൾട്ട്. ആ ഒരു ഫോട്ടോയിൽ നിന്നും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് ഇങ്ങനെയാണ്. അപ്പം നമുക്ക് ക്ലിയർ സ്കിന്ന് കിട്ടുക അല്ലെങ്കിൽ ഹെൽത്തി സ്കിന്ന് കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ വെറും സിറം യൂസ് ചെയ്തുകൊണ്ട് മാത്രം കിട്ടില്ല. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ കൂടി മാത്രമേ നമുക്ക് അങ്ങനത്തെ സ്കിന്നൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെത് ഭയങ്കര ക്ലിയർ സ്കിൻ ആയി എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ കുറച്ചെങ്കിലും ബെറ്റർ ആവാൻ വേണ്ടി സഹായിച്ചത് ഇതൊക്കെയാണ്. ഈ ഒരു പ്രൊഡക്റ്റ് എന്നെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ അതിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ 10% ഓഫ് കൂടി കിട്ടുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.